അപ്പോഴേ ഞാൻ പഴയകാല ഓർമ്മയിലൊരു കടുകുമാങ്ങ റെഡിയാക്കാൻ പോവാട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഇന്ന് ഞാൻ വെക്കുന്നുണ്ട്, നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാൻ വെച്ചിട്ടുണ്ട്, എണ്ണ ഒഴിച്ചിട്ടുണ്ട്, എണ്ണ കാനിട്ടുണ്ട്, കടുക് ഇട്ടിട്ടുണ്ട്, ഇനി അല്പം ഉലുവ, ഒപ്പം അല്പം ചെറുജീരകം, ഈ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് വാടട്ടെ. അപ്പോൾ നമ്മുടെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ റെഡി ആയിട്ടുണ്ട്, വാടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാങ്ങ 2 ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മാങ്ങ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് അരമണിക്കൂർ മുമ്പ് റെഡിയായി മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇടുന്നില്ല. നമുക്കിനി മാങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കറി ഒരു ഗ്രേവിയിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. സാധാരണ കടുമാങ്ങ ഇങ്ങനെ എണ്ണയിൽ വാട്ടിയാണ് റെഡിയാക്കണത്. പക്ഷേ ഇത് ഇത്തിരി അല്പം വെള്ളം ഒഴിച്ച് ഇത്തിരി നീട്ടിയെടുക്കും ചെറുതായിട്ട്. അപ്പോഴായിരിക്കും ആ ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ഇട്ട് മാങ്ങ നേരത്തെ വെച്ചുകൊണ്ട് ഇനി രണ്ടാമത് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ ഇനി ഒന്ന് തിളച്ച് റെഡിയാവട്ടെ. മാങ്ങ നോക്കാട്ടോ. ഇതുണ്ട ചെറിയ ഒരു ചാറോടുകൂടി, എന്നാൽ വെന്ത് കുഴഞ്ഞും പോകരുത്, ഈ ടൈപ്പാണ് എടുക്കേണ്ടത്. ഈ സമയത്ത് നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. ഇട്ട് അല്പം കറിവേപ്പില, സിമ്പിൾ കറി കേട്ടോ. അപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഒരു കറി കൂട്ടണമെന്ന് തോന്നി. 2 മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെ റെഡിയാക്കിയതാണ്. ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ. മുളക് എന്ന് പറയുമ്പോൾ ഈ കളറെന്ന് പറയുമ്പോൾ ഇത് എരിവല്ല, കാശ്മീരിയാണ് ഇട്ടേക്കണത്. അപ്പോൾ എരിവധികം ഇല്ല, ഒരു പച്ചമുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ ഇതിൽ. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴയകാല കടുകുമാങ്ങ കറി റെഡിയായി. ഓക്കെ.